ഫസ്റ്റ് തന്നെ കുറച്ച് ശർക്കരപ്പാനി ഉണ്ടാക്കി മാറ്റി വെക്കട്ടെ കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തേക്കണത് ബദാമും വാൽനട്ടുമാണ്. ഇക്ക വരുമ്പോഴേ കുറച്ച് നട്ട്സുകൾ കൊണ്ടുവരും. അതിൽ ഈ പിസ്തക്കൊക്കെ വലിയ ആയുസ് ഉണ്ടാവാറില്ല. ഭയങ്കര ഡിമാൻഡ് ഇവിടെ. കൊണ്ടുവരണം കാണാൻ തീരുന്ന വഴി അറിയില്ല. പക്ഷേ ഈ ബദാമും വാൽനട്ടൊക്കെ ഇല്ലേ അവിടെ അങ്ങനെ ഇരിക്കും. മിക്കതും ഞാൻ ജ്യൂസിലൊക്കെ ചേർത്ത് അടിച്ച് കൊടുക്കലാണ് കേട്ടോ മക്കൾക്ക്. അപ്പോൾ അതാ ഞാനിതിൽ കൂടി കുറച്ച് കാഷ്യൂനട്ടും കപ്പലണ്ടിയും കൂടി എടുത്തിട്ടുണ്ട്. ഈ നട്ട്സുകളെല്ലാം കൂടി ചൂടാക്കിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതുപോലുള്ള എന്തെങ്കിലും പൊടിക്കൈകൾ ഉപയോഗിച്ചാൽ ആ മക്കളുടെ വയറ്റിലോട്ട് ഇതൊക്കെ ചെല്ലുള്ളൂ. അപ്പം ഞാൻ ഇതിലോട്ട് കറുത്ത എള്ളും കൂടി പൊടിച്ച് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയതും പിന്നെ നെയ്യും ശർക്കരപ്പാനിയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കും. മിക്സാക്കിയിട്ട് ഓരോ ഉണ്ടകളാക്കി വെക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മക്കൾ അതെടുത്ത് കഴിച്ചോളും. കഴിക്കാണ്ട് വെച്ചിരുന്ന ഈ പ്രോട്ടീനൊക്കെ മക്കളുടെ വയറ്റിലേക്ക് എത്തിക്കോളും. അതിനുള്ള വിദ്യകളാണ് കേട്ടോ ഞാൻ ഈ ചെയ്യണത്. ഇനിയിപ്പോൾ ഒരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിലും സാരമില്ല, ഈ ഒരു ഉണ്ട കഴിച്ചാൽ അത്രയും സമാധാനം. വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. ഓക്കെ ബൈ.